അസ്സലാമു അലൈക്കും. ലബി ലബി പോവല്ലടി, ഞാൻ നന്നായിക്കോളാം, ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല, പോവല്ലേ. സക്കീർ അവളുടെ മുമ്പിൽ ഉള്ള ജീവനം കൊണ്ട് എഴുന്നേറ്റ് നിന്നു. വേണ്ട, മിണ്ടരുത്, നിന്നെ തല്ലിയാലേ എൻ്റെ കൈയും നാറിപ്പോവും. അതാ ഞാൻ ഇനിമേലിൽ ഞാനും എൻ്റെ പിള്ളേരും നടക്കുന്ന വഴിയിൽ നിന്റെ നിഴൽ പോലും വീഴരുത്. ഇന്നത്തോടെ തീർന്നു നീയും ഞാനുമായുള്ള ബന്ധം. ലബീബ പകയോടെ മുരുണ്ടതും ഇനിയൊന്നും പറയാനില്ലാതെ സക്കീറിൻ്റെ മുഖം മണ്ണോളം കുനിഞ്ഞുപോയി. ലബീബ സുറുമിയെ നോക്കി. സുറുമിക്ക് അവളോട് അലിവ് തോന്നിപ്പോയി. നീ എന്നോട് ക്ഷമിക്ക് സുറുമി, എല്ലാം എൻ്റെ അഹങ്കാരം കൊണ്ട് പടച്ചവൻ എനിക്ക് തന്ന ശിക്ഷയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് നിന്നെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് നടന്ന സമയം എൻ്റെ ജീവിതം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും കൈവിട്ട് പോവില്ലായിരുന്നു. ഇടർച്ചയോടെ പറഞ്ഞവൾ വേഗത്തിൽ നടന്ന് കാറിനടുത്തേക്ക് പോയി. അവരങ്ങ് പോയതും എല്ലാം വിട്ടെറിഞ്ഞ് സക്കീറിനോടൊപ്പമുള്ളൊരു ജീവിതം കൊതിച്ചു വന്ന ഫെബിനക്ക് പോകാൻ തിടുക്കമായി. കണ്ടില്ലേ അവൻ്റെ പെണ്ണ് കണ്ണുനീരോടെ ഇറങ്ങിപ്പോയത്? ആ കണ്ണുനീർ ഇനിയുള്ള കാലം മുഴുവനും ഇവനെ പൊള്ളിച്ചു കൊണ്ടിരിക്കും. ഇനി നീ തീരുമാനിക്കേ, ഇവനെ വേണോ അതോ നിൻ്റെ ഭർത്താവിനെ വേണോ എന്ന്. മാഹിർ ഫെബിനയെ നോക്കി പറഞ്ഞു. ഇവളുടെ കൂടെ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നീ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നാളെ നിന്നെ എൻ്റെ കടയിലും കണ്ടുപോയത്. മാഹിറിൻ്റെ കടുത്ത വാക്കുകളിൽ ഭീഷണി മുയച്ചു നിന്നു. എല്ലാം നഷ്ടപ്പെട്ട സക്കീർ ആനുമ്മയെ നോക്കി. എന്നെ നോക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ. ഇന്ന് തൊട്ട് എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. ആനുമ്മയും കൈയൊഴിഞ്ഞതോടെ സക്കീർ തകർന്നു പോയി. എനിക്ക് ഇയാളെ വേണ്ട, ഞാൻ പോകുന്നു. അവനെ നോക്കി വെറുപ്പോടെ മുരണ്ട് ഫെബിനയും പോയി. സക്കീറിനെ ഇറക്കി വിട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ മാഹിർ കടയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നന്നായി തന്നെ നടത്തി തുടങ്ങി. ഏറെ വൈകാതെ മുസാഫിർ മസീനയും പുതിയ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ആനുമയ്ക്ക് അവരുടെ കൂടെ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവിടെ അസീനയ്ക്ക് വയ്യാത്തതല്ലേ, മാത്രമല്ല ആ വീട്ടിൽ സൗകര്യം കുറവാണ് എന്നൊക്കെ മുസാഫിർ എടുത്തു പറഞ്ഞതോടെ ആനുമയുടെ ആ മോഹവും വാടിക്കരിഞ്ഞു. ഇനി എന്തു ചെയ്യും, എങ്ങോട്ട് പോവും? ആനുമയുടെ തല പുകഞ്ഞു നീറി. എന്നും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവരെല്ലാം കൈയൊഴിഞ്ഞു. അവരെല്ലാം സ്വന്തം കാര്യം നോക്കി തന്നെ ഒറ്റക്കാക്കി പോയി കളഞ്ഞു. തനിക്ക് പോവാൻ ഒരിടമില്ലല്ലോ. കഴിഞ്ഞതെല്ലാം ഓർത്ത് ആനുമയുടെ നെഞ്ചു പിടഞ്ഞു. ഇനിയിപ്പോൾ വെറുതെ ഓരോന്ന് ഓർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിലും ചത്ത കുട്ടിൻ്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം? മാഹിർ ഇവിടുന്ന് ആട്ടിയിറക്കും മുമ്പ് ഞാനായിട്ട് തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണം. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒടുവിൽ തൽക്കാലം മൂത്തുമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് ആനുമ്മ കുറച്ച് ഡ്രസ്സ് കവറിൽ കുത്തി നിറച്ചു. ഷെൽഫിനുള്ളിൽ നിന്ന് കിട്ടിയ ഭർത്താവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടം പറഞ്ഞ് വിതുമ്പിക്കരിഞ്ഞു. മുത്തുമ്മയുടെ വീട്ടിൽ മക്കളും പേരമക്കളുമായി ഒത്തിരി പേരുണ്ട്. സ്ഥിരമായി അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം. അതിനുശേഷം മറ്റെങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് ആനുമ്മ വസ്ത്രം മാറി പുറത്തേക്ക് വരുമ്പോൾ സുറുമയും മാഹിറും കുഞ്ഞിൻ്റെ കൂടെ ഹാളിലുണ്ടായിരുന്നു. ആനുമ്മ അവരെയൊന്ന് നോക്കുക മാത്രം ചെയ്ത് യാത്ര പോലും പറയാതെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും മാഹിർ മുന്നിൽ കയറി തടസ്സം നിന്നു. അല്ല, ഉമ്മ എങ്ങോട്ടാ ഈ തുണികളൊക്കെ കെട്ടിപ്പെറുക്കി പോകുന്നത്? ആനുമ്മയുടെ കയ്യിലെ കവറിലേക്ക് നോട്ടമേതാണ് മാഹിർ ചോദിച്ചത്. ഈ ആട്ടി ഇറക്കും മുമ്പ് ഞാനും പോവാ മൂത്തുമ്മാൻ്റെ വീട്ടിലേക്ക്. അവിടെ ആരെന്നെ ഭരിക്കാനും ഇറക്കി വിടാനൊന്നും വരില്ല. ആനുമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഉമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഉമ്മാനോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ? മാഹിർ ആനുമ്മയുടെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. ആനുമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യമോ വെറുപ്പോ ഇല്ല. ആ, ഈ പറഞ്ഞു, അന്നയും എൻ്റെ ഭാര്യനെയും അനുസരിക്കാൻ വയ്യാത്തവർ ഇവരെ നിൽക്കേണ്ടതെന്ന് ഈ പറഞ്ഞില്ലേ? ആനുമ്മ ദേഷ്യത്തോട് തന്നെയാണ് ചോദിച്ചത്. അത് കേട്ട മാഹിർ ഒരു തമാശ കേട്ട് ലാഘവത്തോടെ ചിരിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു, അത് ഈ ഉമ്മയുടെ അല്ല, നേരത്തെ ഉണ്ടായിരുന്ന കുശുമ്പും ദുഷിപ്പും മാത്രം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഉമ്മാനോടാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഉമ്മാക്ക് മനസ്സിലായി കാണല്ലോ ആരാണ് ശരി ആരാണ് തെറ്റിയെന്ന്. ഇത്രയും നാൾ കൂടെ നിന്ന് ഊറ്റിയവരെല്ലാം സ്വന്തം കാര്യം നോക്കി പോയപ്പോൾ എൻ്റെ ഉമ്മ പാവായില്ലേ. എനിക്ക് ഉമ്മാനെ മതി. ഇനി എൻ്റെ ഉമ്മ എങ്ങും പോകണ്ട. എനിക്കും എൻ്റെ സുറുമിക്കും ഈ ഉമ്മാനെ വേണം, അല്ലേ സുറുമി? മാഹിർ സുറുമിയെ നോക്കി ചോദിച്ചു. അതെ, വേണം. സുറുമി വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയോടെ ആനുമ്മയെ നോക്കി. എൻ്റെ മോൾക്കും ഈ ഉമ്മുമ്മാനെ വേണം. ഉമ്മൂമ്മ എല്ലാ പേരക്കുട്ടികളെയും കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മോളെപ്പോഴും എന്നോട് പരാതി പറയാറുണ്ടായിരുന്നു.
എന്നെ മാത്രം എന്താണ് ഉമ്മ സ്നേഹിക്കാത്തതെന്ന് സുറുമി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹാലമോളുടെ കൈ പിടിച്ച് ആനമ്മയുടെ അടുത്തേക്ക് വന്നു. ഹാലമോളെ നോക്കിയ ആനമ്മയുടെ കണ്ണുകൾ ചെറുതായി നിറയുന്നത് സുറുമിയും മാഹിറും വ്യക്തമായി കണ്ടു. ആനമ്മ മുഖം കുനിച്ചു. ആ ഉമ്മ മനം കുറ്റബോധത്താൽ വെന്തു തീർന്നത് അവർക്കിപ്പോൾ കാണുന്നുണ്ട്. ഉമ്മാൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞങ്ങളോട് വിദ്വേഷമാക്കിയാണെങ്കിൽ ഉമ്മ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോ. മറിച്ചാണെങ്കിൽ ഉമ്മ ഞങ്ങളെ കൂടെ നിൽക്കണം. ഞങ്ങൾക്ക് ഉമ്മാൻ്റെ സ്നേഹം വേണം. മാഹിർ പറഞ്ഞതും ആനമ്മ കയ്യിലെ കവർ നിലത്തേക്കിട്ട് വിങ്ങി പൊട്ടിക്കൊണ്ട് മാഹിറിൻ്റെ കാലിൽ തൊടാൻ തുനിഞ്ഞതും ഉമ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മാഹിർ പുറകോട്ട് മാറി. തൊട്ടടുത്ത നിമിഷം അവൻ ഉമ്മയെ ചേർത്ത് പിടിച്ച് കവിളിലൊരു മുത്തം കൂടെ കൊടുത്തു. ഉമ്മാനോട് ക്ഷമിക്കുമോനെ. ആനമ്മ കണ്ണുനീരോടെ മകൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ചിരിയോടെ അവരെ നോക്കി നിന്ന സുറുമയും അരികിലേക്ക് കൈകൊട്ടി വിളിച്ചു ആനമ്മ. മോളെ, നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. സുറുമയുടെ മൃദുവായ കവിളിൽ തലോടിക്കൊണ്ടാണ് ആനമ്മ പറഞ്ഞത്. സാരില്ലമ്മ, അതിനെല്ലാം പകരമായി ഇനി എൻ്റെ പെറ്റുമ്മയെ പോലെ ഉമ്മ എന്നെ സ്നേഹിച്ചാൽ മതി. സുറുമി ആനമ്മയുടെ കൈ പിടിച്ച് പുഞ്ചിരിയോടെ പറയുമ്പോൾ ഇത്രയും നേരം ചങ്കിനകത്ത് കിടന്ന് എറിഞ്ഞിരുത്തി തണുത്ത് മഞ്ഞുകട്ടയാകുന്നത് ആനമ്മ അറിയുന്നുണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പെൺകുട്ടിയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ആനമ്മക്ക് തോന്നി. കടലോളം സ്നേഹം അവൾ തനിക്ക് വെച്ച് നീട്ടിയിട്ടും അത് തിരിച്ചറിയാതെ അവളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിരുന്നു തനിക്ക് മുടുക്ക്. അന്ന് തൻ്റെ കൂടെ നിന്നിരുന്ന താൻ പറ്റിയ തൻ്റെ പെൺമക്കൾക്ക് പോലും തന്നോട് ഉണ്ടായിരുന്നത് യഥാർത്ഥ സ്നേഹമല്ലെന്ന് ആനമ്മയ്ക്കിപ്പോൾ തിരിച്ചറിയാനാവുന്നുണ്ട്. ഇനി മുതൽ ഞാനും കറയില്ലാത്ത സ്നേഹവും വാത്സല്യവും തൻ്റെ മക്കൾക്ക് പകരം നൽകുമെന്ന് ആനമ്മ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. പുതുമന വീട്ടിലേക്ക് വീണ്ടും വസന്തം വിരുന്നെത്തി. സുറുമി ഇപ്പോൾ സന്തോഷവതിയാണ്. പ്രാണൻ്റെ പാതിയായ ഒരുവൻ കൂടെയുള്ളപ്പോൾ അവൾക്കൊന്നിനെയും ഒരു ഭയവുമില്ല. രാവിലെ മാഹിർ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവൻ വരും വരെ കാത്തിരിപ്പാണ്. അപ്പോഴേക്കും അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കും. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ആനമ്മയും അവളെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി കൊച്ചുമോളെ കളിപ്പിച്ചും കഥകൾ പറഞ്ഞു കൊടുത്തും എപ്പോഴും അവളുടെ കൂടെ തന്നെയുണ്ട്. ഹാലമോൾക്കും ഉമ്മുമ്മയെ ഇപ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ രാത്രി അവൾ ഉമ്മുമ്മാൻ്റെ കൂടെയാണ് ഉറങ്ങുന്നത്. ഉച്ചയ്ക്ക് മാഹിർ എത്തിയാൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ അവൻ കടയിൽ നിന്ന് വരുന്നത് രാത്രിയായിട്ടാണ്. അപ്പോഴേക്കും ആനമ്മയും മോളും കഴിക്കുമെങ്കിലും എത്ര വൈകിയാലും സുറുമി അവൻ വരും വരെ കാത്തിരിക്കും. അവൻ വന്ന് ഫ്രഷ് ആയതിനു ശേഷം രണ്ടുപേരും കടയിലെയും വീട്ടിലെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കും. അന്ന് 10 മണി കഴിഞ്ഞിട്ടും മാഹിറിനെ കാണാതെ സുറുമി ഉറക്കം തൂങ്ങി തുടങ്ങി. വിളിച്ചു നോക്കിയപ്പോൾ പഴയ സ്റ്റോക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും വരാൻ കുറച്ചുകൂടെ കഴിയുമെന്നും നീ കഴിച്ചുറങ്ങിക്കോ എന്ന് പറഞ്ഞെങ്കിലും സുറുമി അവനെയും കാത്ത് സോഫയിൽ തന്നെ ഇരുന്നു. ഉറക്കത്തെ ഓടിച്ചു വിടാൻ വേണ്ടിയാണ് FB തുറന്നത്. കിസയിലെ പാതി ബാക്കിയൊന്നും വന്നിട്ടില്ല. ഈ ജിന്ന് വല്ലാണ്ട് മടിയനായി മാറിയിട്ടുണ്ട്. ഇയാൾക്ക് ഇതിൻ്റെ ബാക്കി വേഗം എഴുതിക്കൂടെ? വെറുതെ വായനക്കാരെ മുഷിപ്പിക്കണോ എന്നൊക്കെ ഓർത്തവൾ. ഇനിയിപ്പോൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ വായിക്കാറില്ലല്ലോ. വായന നിർത്തിയത് കൊണ്ട് ആ ഫ്ലോ അങ്ങ് പോയി. ഇനി ആദ്യം ഒന്നിങ്ങനെ തുടങ്ങണം. സുറുമി ജെന്നിന് വെറുതെ ഒരു ഹായ് മെസ്സേജ് അയച്ചു. ഇപ്പോഴും ഇങ്ങോട്ടാണ് അവൻ അന്വേഷിച്ച് വരാറ്. അപ്പോഴേക്ക് എന്നെ മറന്നെന്ന പരാതിയും പറയും. അതുകൊണ്ടാണ് അവൾ സുഖല്ലേ എന്നൊരു മെസ്സേജ് കൂടി അയച്ചത്. മറുപടി ഒന്നും ഇല്ലെന്ന് കണ്ടതും സുറുമി അവൻ്റെ കിസ്സയിലെ പാതി ഒന്നുകൂടെ വായിച്ച് സമയം കളഞ്ഞു. മാഹിറിൻ്റെ കാർ വരുന്ന ശബ്ദം കേട്ടതും അവൾ ഓടിപ്പോയി കതക് തുറന്നു. നിനക്ക് ഉറക്കമില്ല പെണ്ണേ എന്നും പറഞ്ഞ് അവളുടെ തലയിൽ നിന്നും തട്ടിക്കൊണ്ടാണ് മാഹിർ അകത്തേക്ക് കയറിയത്. എൻ്റെ കൽബ് പുറത്തിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? അവൻ ഡോറടിച്ച് തിരിഞ്ഞതും സുറുമി അവൻ്റെ കയ്യിൽ തൂങ്ങി. കൽബ് പുറത്ത് വെച്ചെന്നോ? മാഹിർ അവളെയൊന്ന് മുഖം ചിരിച്ചു നോക്കിയതും പെണ്ണ് നാണത്തോടെ ചിരിച്ചു. നിങ്ങൾ പുറത്തല്ലായിരുന്നോ? നിങ്ങളല്ലേ എൻ്റെ കൽബ്. നിങ്ങൾ വരാതെ എനിക്കിങ്ങനെ ഉറക്കം വരും. അവളത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലും ഭംഗിയുള്ളൊരു ചിരി എത്തിയിരുന്നു. ആണോ? ഞാനാണോ നിൻ്റെ കൽബ്? ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കുറുമ്പ് നിറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ ചുവന്നു പോയ കവിൾ അവനിൽ നിന്ന് ഒളിപ്പിക്കും പോലെ ആ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ഇടനെഞ്ചിലേക്ക് മുഖമുയർത്തി. അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി ആ പെണ്ണിനോട്. അവനൊന്ന് താഴ്ന്നു വന്ന് മുഖം പിടിച്ചു മലർത്തിയതും സുറുമയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. മാഹിർ അവളുടെ അരക്കെട്ടിലൂടെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കയറി. കാൽ കൊണ്ട് ഡോർ അടിച്ച് സുറുമയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി.
സുറുമി ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവനെ നോക്കിയ നേരം ഏറെ ഇഷ്ടത്തോടെ തൻ്റെ പ്രാണസഖിയുടെ അധരങ്ങൾ കവർന്നെടുത്തിരുന്നു മാഹിർ. ചോറെടുത്ത് വെക്കട്ടെ ഞാൻ? നാണം മറച്ചുകൊണ്ട് അവനെ തള്ളിക്കൊണ്ടവൾ ചോദിച്ചു. വേണ്ട, വരുമ്പോൾ നല്ല വിശപ്പായിരുന്നു, ഇപ്പോൾ അത് മാറി. ഒരു കള്ളച്ചിരിയോടെ അവൻ പറയവേ സുറുമിയുടെ കവിൾ കൂടുതൽ ചുവന്നുപോയി. മതി കൊഞ്ചിയത്, ഈയിടെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട്. വേഗം പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഭക്ഷണം ചൂടാക്കി എടുക്കാം. തന്നിലേക്ക് വീണ്ടും ഒട്ടി വന്നവനെ നെഞ്ചിൽ പിടിച്ചു തള്ളിയവൾ. എനിക്ക് വയ്യടി ഇപ്പോൾ കുളിക്കാൻ, നല്ല തണുപ്പാ. നീ വാ, നമുക്ക് മൂടി പുതച്ച് കിടക്കാം. മാഹിർ കുറുകെ വീണ്ടും അവളുടെ ഉടലിലേക്ക് ഒട്ടി. അയ്യേ മടിയൻ, പോയി കുളിക്ക് മനുഷ്യ. സുറുമി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നും അഴിച്ചു കൊടുത്തു. മാഹിർ കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ മുന്നിൽ കൈയോർത്ത് നിന്ന് കൊടുത്തപ്പോൾ സുറുമി തന്നെ ഷർട്ട് അഴിച്ചു മാറ്റി ടവൽ തോളിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇന്ന് കുളിക്കണോ? അവൻ്റെ മുഖം ചുളിഞ്ഞു. വേണം, എന്നാൽ നീയും വാ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. അയ്യേ ഞാനില്ല. രാവിലെയാണ് മാഹിർ സുറുമി ജിന്നിനയച്ച മെസ്സേജ് കാണുന്നത്. അതിലേക്ക് അവൻ നോക്കി ഇരുന്ന് ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും രാത്രി അവൾ ജിന്നിനെ അന്വേഷിച്ച് ഓർത്തപ്പോൾ എന്തോ ഒരു കുഞ്ഞു വല്ലായ്മയും തോന്നി. അവൾ എൻ്റെയല്ലേ, അവളിന് എന്നെ മാത്രം ഓർത്താൽ മതി. അവൻ്റെ ഉള്ളിൽ കുഞ്ഞു കുശുമ്പ് തലപൊക്കി. മാഹിർ സുറുമിയുടെ ഫോൺ കയ്യിലെടുത്തു. FB തുറന്നു. സുറുമി, ഒച്ചയിട്ട് വിളിച്ചവൻ. അടുക്കളയിൽ തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നതിനിടക്കാണ് സുറുമി മാഹിർ തന്നെ വിളിക്കുന്നത് കേട്ടത്. അവളും മോളും എഴുന്നേൽക്കും മുമ്പേ സുറുമി എഴുന്നേറ്റ് പ്രാതൽ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ അവൻ ഉണർന്നാൽ കടയിലേക്കും പോകും വരെ അവൻ്റെ കൂടെ നിൽക്കാമല്ലോ. അവനും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. വീട്ടിലുള്ളപ്പോൾ എപ്പോഴും അവൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം. എങ്ങാനും അവളൊന്ന് മാറിപ്പോയാൽ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞവൻ അരികിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. എന്താ മാഹിക്ക? കയ്യിലെ വെള്ളം കിച്ചൺ ടവലിൽ തുടച്ചുകൊണ്ട് സുറുമി അവിടെ തന്നെ നിന്ന് വിളി കേട്ടു. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അവൻ ഗൗരവത്തിലാണ്. ആ ശബ്ദത്തിലെ ചെറിയ മാറ്റം തിരിച്ചറിഞ്ഞവൾ വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇതിപ്പോൾ എന്തിനാണാവോ? എന്തെങ്കിലും കാണാതെ പോയി കാണും. അതെങ്ങനെയാ? ഒരു സാധനം വെക്കുന്ന സ്ഥലം ഓർത്ത് വെക്കാറില്ലല്ലോ. അക്കാര്യത്തിൽ ബാപ്പയും മോളും കണക്കാ. ഓരോന്ന് പിറുപുറത്ത് കൊണ്ടവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഫോണും കയ്യിൽ പിടിച്ച് ദേഷ്യത്തോടെ തന്നെ തുറച്ചു നോക്കുന്നവനെയാണ് കണ്ടത്. എന്താ മാഹിക്ക? സുറുമി കണ്ണുമിഴിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. ആരാടി ഈ ജിന്നെ? അവനുമായിട്ട് നിനക്കെന്താടി ഏർപ്പാട്? മാഹിർ ദേഷ്യത്തോടെ ചോദിച്ചതും സുറുമിയുടെ ഉള്ളൊന്ന് കിടങ്ങി വിറച്ചു തൊണ്ട വറ്റി വരണ്ടു പോയി. മാഹിക്കയോട് ജിന്നിനെക്കുറിച്ച് പറയണമെന്ന് പലപ്പോഴും കരുതിയതാണ്. എന്തോ അക്കാര്യം പറയാൻ മറന്നുപോയി. ഇന്നിപ്പോൾ ആളായിട്ട് തന്നെ ജിന്നിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. അവൻ തൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് ഇങ്ങനെയൊരു ചോദ്യം ചെയ്യൽ എപ്പോഴും ഉണ്ടാവുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചതുമില്ല. അത് മായിക്ക, ഞാൻ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടൊരു പകപ്പിൽ അവനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവൾ വാക്കുകൾക്കായി തപ്പി. സത്യം പറ സുറുമേ, അവൻ നിനക്ക് ആരാണ്? ഒത്തിരി നാളായല്ലോ നീയും അവന് ചാറ്റ് തുടങ്ങിയിട്ട്. എന്നോട് പറയാത്ത പല കാര്യങ്ങളും നീ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരിക്കല്ലോ. തന്നെ തെറ്റിദ്ധരിച്ചതുപോലെയുള്ള സംസാരം കേട്ട് അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ അങ്കലാപ്പായി പോയി അവൾക്ക്. മാഹിക്ക, നിങ്ങൾ കരുതും പോലെ ഒന്നുമല്ല. സുറുമി വിറച്ചുകൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതെനിക്ക് മനസ്സിലായി. ഞാൻ കരുതും പോലെ ഒന്നും അല്ലാന്ന്. നീ എന്നോട് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. ചാറ്റ് മുഴുവനും ഞാൻ വായിച്ചു. അവൾ സങ്കടം പറയുന്നു, അവനെ ആശ്വസിപ്പിക്കുന്നു. അത് സ്വന്തം ഭർത്താവായി എന്നോട് പറയാത്ത കാര്യങ്ങൾ പോലും അവനോട് പറയുന്നുണ്ട്. അത് മാത്രമോ, ഇന്നലെ പാതിരാത്രിക്ക് പോലും അവൾ അവൻ്റെ സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ സുറുമി? ഇതൊക്കെ കണ്ടാലേ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നീ എന്ത് കരുതി ഞാൻ വരും ഉണ്ടാക്കാനാണെന്നോ? മാഹിർ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് സുറുമി നെഞ്ചകം വിങ്ങുന്ന നോവോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇറ്റു വീഴാൻ പാകത്തിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. പഠിച്ചവനെ ഓർത്ത് അങ്ങനെയൊന്നും പറയില്ല മാഹിക്ക. അങ്ങനെയൊന്നും ഇല്ല. അയാളുമായി വഴിവിട്ട ഒരു ബന്ധവും എനിക്കില്ല. എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഈ സുറുമി മറ്റാർക്കും കൊടുത്തിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. സുറുമിയുടെ വാക്കുകൾ കരച്ചിൽ പോലെ നീർത്തു വന്നു. അവളുടെ നിറഞ്ഞു തൂങ്ങുന്ന കണ്ണുകൾ കണ്ടതും മാഹിർ ചെറുതായൊന്നയഞ്ഞു. അയാളൊരു എഴുത്തുകാരനാണ്. നിങ്ങൾ നാട്ടിലേക്ക് വിളിക്ക് പോലും ചെയ്യാതിരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഓർത്ത് ഉരുകി ഞാൻ തീർന്നു പോകുമെന്ന് തോന്നിയപ്പോഴാണ് മനസ്സൊന്ന് തണുപ്പിക്കാൻ
വേണ്ടി തുമ്പി പറഞ്ഞതുപോലെ ഞാനും FBയിലെ കഥകൾ വായിക്കാൻ തുടങ്ങിയത്. ആ ജിന്ന് എഴുതിയ കിസ്സയിലെ പാതി എന്ന കഥയാണ് ഞാൻ ആദ്യമായി വായിച്ചത്. അത് വായിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞെരിക്കുന്ന സങ്കടങ്ങൾ അല്പം ആശ്വാസം കിട്ടിയത് കൊണ്ടാണ് വായനയിൽ മുഴുകിയത്. ഞാൻ ആ ജിന്നിൻ്റെ എഴുത്തിന് അഡിക്റ്റായിപ്പോയത്. പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ സുറുമി സാവധാനം അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. ഇനി ഒരു ഭാഗം കൂടി ഉണ്ടാവുള്ളൂ ഈ കഥയുടെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.